ഈ കാണുന്നത് ഉണ്ടപ്പാവൽ അല്ലെങ്കിൽ കുട്ടത്തിപ്പാവൽ, നാടൻ പാവൽ, രുദ്രാക്ഷപ്പാവൽ എന്നൊക്കെ വിളിക്കുന്ന സസ്യം. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാട്ടുപാവൽ എന്നാണ് വിളിക്കുന്നത്. കാരണം വെച്ചാൽ ഇത് സാധാരണ കാടുകളിലാണ് ഇത് കൂടുതൽ ഇങ്ങനെ പടർന്ന് കിടക്കുന്നത്. ഇത് സാധാരണ നമ്മുടെ പാവലിനെ പോലെ തന്നെയാണ് ഇതിൻ്റെ വള്ളിയും അതിൻ്റെ ഇലകളും എല്ലാം, പൂവുകളും അതുപോലെ മഞ്ഞ പൂക്കളാണ് ഉണ്ടാകുന്നത്. ഇത് ചെറിയ ചെറിയ സസ്യങ്ങൾ ഇങ്ങനെ പടർന്നു കയറി പാറകളിലും ഇങ്ങനെ പടർന്നു കയറിയാണ് ഇതിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക പോലെ തന്നെയാണ് ഇതിൻ്റെ കായ്കളും. നമ്മുടെ സാധാരണ പാവയ്ക്ക പോലെയല്ല, ചെറിയ ഉണ്ട പാവയ്ക്കകളാണ്. ഏകദേശം ഒരു ഗോലിയുടെ വലിപ്പം വരുന്ന പാവയ്ക്കകളാണ് ഇതിലുണ്ടാകുന്നത്. ഇത് നമ്മൾ വറുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ടേസ്റ്റുള്ള പാവയ്ക്കാണിത്. കയ്പ്പ് കൂടുതലാണ്, എന്നാലും വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കായ്കളാണ് ഇതിൻ്റെത്. കൂടാതെ ഔഷധ ഗുണങ്ങളും ഒരുപാട് കൂടിയ ഒരു പാവയ്ക്കാണ് ഈ കാട്ടുപാവൽ എന്ന് പറയുന്നത്. ഇത് പ്രത്യേകമായി ഒരു പരിചരണം വേണ്ട, വിത്തുകൾ താനേ വീണ് മുളയ്ക്കും. വലിയ കീടത്തിൻ്റെ ഒരു ആക്രമണം ഇതിൽ ഉണ്ടാകാറില്ലെങ്കിലും ചിലപ്പോഴൊക്കെ ഈ മുഞ്ഞകളുടെ ആക്രമണം ഇതിൽ ഉണ്ടാകാറുണ്ട്. എന്നാലും ഇത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരുന്ന ഒരു സാധനമാണ്. പക്ഷേ നമ്മുടെ മറ്റുള്ള പാവലിനെ പോലെ വലിയ ഒരു വിളവ് ഇതിൽ നിന്ന് കിട്ടത്തില്ല. വലിയ കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മുടെ ഒരു ഏകദേശം നമുക്കൊരു ആവശ്യത്തിന് എടുക്കണമെങ്കിൽ ഒരു വളരെ കൂടുതൽ പാവയ്ക്ക ഇതിൽ ആവശ്യമാണ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കാട്ടുപാവൽ. ഇത് എല്ലാവരും കണ്ടിട്ടുള്ളൊരു ഒന്നായിരിക്കും ഇതെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും പുതിയ സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വീഡിയോ ആയിട്ട് വരാം. ഫോളോ ചെയ്യുക. ഓക്കെ, ബായ്.